ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലിട്ടൊരു വീഡിയോയുടെ ക്ലിപ്പ് ഇൻസ്റ്റയിലിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇതിനെ എതിർത്തും കുറച്ച് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ്സിനുള്ള ചെറിയ റിപ്ലൈ ആണ് ഈ വീഡിയോ. അതിലെനിക്ക് കുറച്ച് കമൻറ്റ്സിനുള്ള റിപ്ലൈ തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏനിയം 495 എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്ന് ഒരാളിട്ട കമൻറ്റാണ്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് കൂടി ഒന്ന് ഉത്തരം തരൂ. നമ്മൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും മുന്നേ നമുക്കറിയാം അവർ പെർഫെക്റ്റ് ആയിരിക്കില്ല, തെറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നു? ദൈവത്തിന് തെറ്റ് പറ്റി, സമ്മതിക്കുന്നു. അതേ തെറ്റ് എന്തിനാണ് നമ്മൾ ആവർത്തിക്കുന്നത്? ഇതിന് കൂടി ശരിക്കുള്ള ഉത്തരം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മനുഷ്യർ കുട്ടികളുണ്ടാകുമ്പോൾ അവർ പെർഫെക്റ്റ് അല്ലെന്ന് നമുക്കറിയാം, അവർ തെറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, എന്നിട്ടും നമ്മൾ അവരെ ജനിപ്പിക്കുന്നു. ദൈവത്തിനും തെറ്റ് പറ്റിക്കൂടെ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് തെറ്റ് പറ്റാവും? നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ മനുഷ്യരാണ്, ദൈവം ഉണ്ടാക്കിയതാണെന്ന് വെക്ക്. നമുക്ക് തെറ്റ് പറ്റാം, കാരണം നമ്മളെ പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മളെ ഉണ്ടാക്കി ദൈവം പെർഫെക്റ്റ് അല്ലേ? മൂപ്പർക്ക് തെറ്റ് പറ്റാവും? ദൈവത്തിന് തെറ്റ് പറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നിടത്ത് തന്നെ ദൈവം എന്നുള്ള സാധനം ഇല്ലാതായി. കാരണം ബൈബിൾ അനുസരിച്ച് തെറ്റ് പറ്റാത്തവനാണ് ദൈവം. ദൈവത്തിന് അബദ്ധങ്ങൾ പറ്റത്തില്ല, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. അങ്ങനെ പറ്റുവാണെങ്കിൽ ദൈവം അല്ലെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ തെറ്റ് പറ്റുന്ന ഒരാളെ നമുക്ക് ദൈവം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അടുത്തൊരു കമൻറ്റാണ് നിംഷാദ് 2026. നന്മയും തിന്മയും എല്ലാം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് ദൈവമാണ്. ഒരു മനുഷ്യൻ കൊലപാതകം ചെയ്യാനും വ്യഭിചാരം ചെയ്യാനും കാരണം ദൈവം തന്നെ. മതങ്ങൾ പ്രകാരം പാപമോചനം തേടുക ഏക വഴി. അപ്പോൾ തെറ്റ് പൊറുക്കും. ദൈവം നന്മ മാത്രം ചെയ്യുന്നവനല്ല, നന്മയും തിന്മയും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ ഭാഗം ആണ് നന്മ ആൻഡ് തിന്മ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവം തന്നെയാണ് നന്മയും തിന്മയും. ഈ തെറ്റ് ചെയ്യിക്കുന്നതും ദൈവം തന്നെയാണ്, ശരി ചെയ്യിക്കുന്നതും ദൈവം തന്നെയാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്നതിന് ഇഷ്ടം കൊടുക്കുന്നത് എന്തിനാണ്? ഈ തെറ്റ് ചെയ്യിക്കുന്ന ദൈവമല്ലേ? തെറ്റ് ചെയ്യുന്നവൻ എന്തിനാണ് നരകത്തിൽ പോകുമെന്ന് പറയുന്നത്? അപ്പോൾ ഒരുത്തൻ വ്യഭിചാരം ചെയ്താലും കൊലപാതകം ചെയ്താലും ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചാലും മതപ്രകാരം അത് ഏറ്റു പറഞ്ഞാൽ പാപമോചനമായി, അവന് സ്വർഗ്ഗമാണ്. പുള്ളി പറയുന്നത് നന്മയും തിന്മയും ചെയ്യിപ്പിക്കുന്ന ദൈവമാണെന്നാണല്ലോ. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. നന്മയും തിന്മയും ചെയ്യാൻ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരുത്തൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കണമെന്ന് വേറൊരുത്തൻ പ്രാർത്ഥിക്കുക, ഒരു വിശ്വാസി. അപ്പോൾ ഇവൻ പ്രാർത്ഥിക്കുന്ന ആർക്കെതിരെയാണ്? ഈ ചെയ്യിപ്പിച്ച ദൈവത്തിനെതിരെ. കാരണം ഈ പുള്ളി പറയുന്ന അനുസരിച്ച് തിന്മയും ചെയ്യിപ്പിക്കുന്ന ദൈവമാണല്ലോ. അപ്പോൾ ആ ദൈവത്തിനെതിരെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. അടുത്തൊരു കമൻറ്റ് എലോൺ മാസ്ക് ഇട്ടതാണ്. ഇറ്റ്സ് മെറ്റാഫിസിക്കൽ, നോട്ട് എ സ്റ്റോറി ഓഫ് എ മാൻ ആൻഡ് വുമൺ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ഫിക്ഷണലായിട്ടുള്ള കഥയാണ്, ഒരു ഹിസ്റ്റോറിക്കലോ അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നടന്നൊരു കഥയല്ലെന്നാണ് പറയുന്നത്. മീൻസ് ഒരു ബൈബിളിൻ്റെ കൺസെപ്റ്റിൽ നമുക്കറിയാം അത് ഹിസ്റ്ററി അല്ലെന്ന്, ഫിക്ഷനാണ്. പക്ഷേ ഈ ബൈബിളിൽ തന്നെ പലയിടത്തും ഈ ആദാമിൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബൈബിൾ അനുസരിച്ച് ഇവർ ഹിസ്റ്റോറിക്കൽ പേഴ്സൺസ് ആണ്. പക്ഷേ ശരിക്കും ഇത് ഫിക്ഷണൽ സ്റ്റോറി തന്നെയാണ്, അതാണ് സത്യം. അതിൻ്റെ റെഫറൻസ് ഞാനിവിടെ കൊടുക്കാം. പലയിടത്തും ഇവർ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്, അല്ലാതെ ഫിക്ഷനായിട്ടല്ല ബൈബിളിൽ കണ്ടേക്കുന്നത്. അടുത്ത ജോമോൻ 5575 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നിട്ട കമൻറ്റാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല ഒന്നത്തെ കാര്യം, എന്നാലും ഞാൻ കമൻറ്റിൽ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫാബിയോ ആൻഡോ മെൽട്ടൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. ദ സ്റ്റോറി ഓഫ് ആഡം ആൻഡ് ഈവ് ഈസ് നോട്ട് മെന്റ് ടു ബി ടേക്കൺ ലിറ്ററലി. ഇറ്റ് ഈസ് എ മെറ്റാമോർഫിക് സ്റ്റോറി. So is the first 11 chapters of the Bible. Even theologians like Saint Augustine said that Adam and Eve mostly didn't exist. ഇദ്ദേഹവും പറയുന്ന ആദാമിൻ്റെ ഔവയുടെയും കഥ മെറ്റാമോർഫിക് ആയിട്ടുള്ള കഥയാണ്, അതായത് ഫിക്ഷനിലാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന തിയോളജിയൻ ഇത് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന്. ഈ സെയിൻറ്റ് അഗസ്റ്റിൻ ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ കഥ കൊണ്ട് മുന്നോട്ട് പോയ പരിപാടി നടക്കത്തില്ലെന്ന്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടുത്ത കമൻറ്റിൽ അദ്ദേഹം പറയുന്നത് ആദാമിൻ്റെ കഥയും നോയയുടെ കഥയും എല്ലാം ഫിക്ഷണൽ കഥകളാണ്. അത് കഴിഞ്ഞിട്ട് അബ്രഹാമിൻ്റെ കഥ തൊട്ടാണ് ചരിത്രം വരുന്നത്. ഈ ബൈബിളിൻ്റെ കോറായിട്ടുള്ള രണ്ട് കഥകളാണ് ആദാമിൻ്റെ കഥയും നോയയുടെ കഥയും. ഈ രണ്ട് കഥകളില്ലെങ്കിൽ ബൈബിളില്ല. ആദാം പാപം ചെയ്തതുകൊണ്ടാണ് യേശുവിന് പിന്നീട് വരേണ്ടി വന്ന ഭൂമിയിൽ പാപമോചനത്തിന്. ആദാം പാപം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കഥ പൊളിയുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഓരോ സാധനം പൊളിഞ്ഞു പോകും. അടുത്ത യൂസർ ലിപ്കോ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നിട്ട കമൻറ്റാണ്. എന്താടാ മോനെ, ഒന്ന് ChatGPT കൊടുത്താൽ സിമ്പിളായി കിട്ടുന്നതേ ഉള്ളൂ, എന്തോന്ന് ആർഗ്യുമെൻ്റാണ് ഇത്? മോൻ ഇല്ല ഡൗട്ടൊക്കെ DM വന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതിനുള്ള റിപ്ലൈ കമൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. DME വന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ആ കമൻറ്റിൽ തന്നെ അതിനുള്ള ആൻസേഴ്സ് ഇടുവാണെങ്കിൽ പിന്നീട് വരുന്നവർക്കും അത് കാണാമല്ലോ, അവർക്കും പഠിക്കാമല്ലോ, എനിക്കും പഠിക്കാമല്ലോ. പിന്നെ അടുത്ത കമൻറ്റ് ആലപ്പാടൻ ഹെൻഡോ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ്. മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് സ്വാതന്ത്ര്യം. എന്നാൽ ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുർവിനിയോഗം ചെയ്യുന്നു എന്നത് സത്യമാണ്. ദൈവമെല്ലാം അറിയുന്നു. അപ്പോൾ ഈ കമൻറ്റിന് ഞാൻ അതിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്നത് ദൈവം അറിയുന്നുണ്ടോ എന്ന്. അപ്പോൾ അതേ ഇട്ട കമൻറ്റാണ് അതിലെ രസം. ദൈവം രക്ഷിക്കുന്നില്ല എന്നത് ശരി, മനുഷ്യനെ രക്ഷിക്കാൻ നൽകിയ സ്വാതന്ത്ര്യം അതിനു കൂടിയല്ലേ? അപ്പോൾ ദൈവത്തിന് മനുഷ്യൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ, പിന്നെ മനുഷ്യൻ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ദൈവം എന്ന് പറയുന്നൊരു മതിൽ നമ്മുടെ മുന്നിലുണ്ട്. ആ മതിൽ പൊളിച്ച് നമ്മൾ മുന്നോട്ട് കടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചിന്തിക്കാൻ പാടില്ല. എന്ത് പറഞ്ഞാലും അതിൻ്റെ അവസാനത്തെ വാക്ക് ദൈവമായിരിക്കണം. അതായത് കമൻറ്റിൽ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് അത് ദൈവം ചെയ്തതാണ്, ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്. അതാ പറഞ്ഞത്,
നമുക്ക് ഉത്തരവില്ലാത്തടത്ത് ദൈവത്തെ കുത്തിക്കയറ്റാം, അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കുന്നില്ല. അല്ലാതെ ഇതെവിടെ എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് അതിനെ വിശ്വസിക്കാതെ. പിന്നെ ഞാൻ യൂട്യൂബിലിട്ടൊരു വീഡിയോൻ്റെ മറ്റൊരു ഭാഗം കൂടെ ഇൻസ്റ്റയിലിട്ടായിരുന്നു. അപ്പോൾ ഇതിലും കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റുണ്ട്. അതിട്ടേക്കുന്ന സെബു ജോൺസൺ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എന്നെ തിരുത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നോഹ 7 ദിവസം കൊണ്ട് മൃഗങ്ങളെ പോയി എങ്ങനെ കളക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. പക്ഷേ അദ്ദേഹം അതിനകത്തിൽ പറയുന്നുണ്ട് നോഹ കളക്ട് ചെയ്യുമല്ലായിരുന്നു, ആ മൃഗങ്ങൾ നോയുടെ അടുത്തോട്ട് വരുമായിരുന്നു. അത് സത്യമാണ്. ശരിക്കും ദൈവം നോയോട് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും മൃഗങ്ങൾ നോയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പം അദ്ദേഹം എനിക്കത് ആ കമൻറ്റിലൂടെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തായിരുന്നു. അതായത് തിരിച്ചാണെങ്കിൽ പോലും, അതായത് മൃഗങ്ങൾ നോയുടെ അടുത്ത് 7 ദിവസം കൊണ്ട് എത്തണമെങ്കിലും പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം പല കോണ്ടിനെൻസിലുള്ള മൃഗങ്ങളാണ്. അന്റാർട്ടിക്കയിലുള്ളവരുണ്ട്, ഏഷ്യയിലുള്ളവരുണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്. ഇവരെല്ലാവരും ഈ നോഹയുടെ അടുത്ത് വരണം. അതായത് പെൻഗ്വിൻസ് വരണം, പോളാർ ബിയർസ് വരണം, ജിറാഫ് വരണം, ആന വരണം, കുതിര വരണം, കഴുത വരണം എന്ന് വേണ്ട ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ മൃഗങ്ങൾ കാണുന്നു അതെല്ലാം വരണം. മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികളും. അതും 1-2 അല്ല, ശുദ്ധിയുള്ള 7 എണ്ണവും ശുദ്ധിയില്ലാത്ത 2 എണ്ണവും. അവരെ സംബന്ധിച്ച് അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ കുറച്ച് പ്രദേശം മാത്രമാണ്, അവിടെയുള്ള മൃഗങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത് ചെറിയ രീതിയിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം റിപ്ലൈ ഇട്ടത്, അതിനെ അദ്ദേഹം മനസ്സിലാക്കിയത് ദൈവം സൃഷ്ടാവാണല്ലോ, സൃഷ്ടാവ് കൽപ്പിച്ചാൽ എങ്ങനെയായാലും അവർ വന്നിരിക്കും. വരുത്താൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് സകലം സാധ്യമാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ അവിടെ അനേകം ജീവനുകൾ നഷ്ടപ്പെടും. യുദ്ധത്തിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും സാധാരണക്കാരും എല്ലാം മരണപ്പെടുന്നത് തെറ്റ് ചെയ്തിട്ടാണോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ അനന്തരഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദൈവമാണ് സൃഷ്ടാവ്. വഷളായത് കണ്ടിട്ട് ഭൂമി മൊത്തം നശിപ്പിച്ചു. അത് ഭംഗിയായിട്ട് ദൈവം ചെയ്തു. ദൈവം ഉണ്ടാക്കിയതിനെ ദൈവം തന്നെ നശിപ്പിച്ചു. അതിനുള്ള അവകാശം ദൈവത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നത് അതില്ല എന്ന്. അതിപ്പോൾ സൃഷ്ടാവായാലും ആരായാലും അതിനുള്ള അവകാശം ആർക്കും ഇല്ല. മനുഷ്യൻ ചെയ്ത തെറ്റിന് മനുഷ്യനെ ശിക്ഷിക്കുക, അതാണ് ദൈവം ചെയ്യേണ്ടത്. ഇതേ യുദ്ധത്തിൻ്റെ സാഹചര്യം പറഞ്ഞാൽ അത് മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്നതാണ്. പക്ഷേ ദൈവം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടേ. തെറ്റ് ചെയ്തവരെയല്ലേ ശിക്ഷിക്കേണ്ടത്. മനുഷ്യന് തെറ്റ് പറ്റാം, പക്ഷേ ദൈവത്തിന് തെറ്റ് പറ്റാവോ? വേറെ സാഹചര്യത്തിൽ ദൈവം വേറെ കാര്യം പറയുന്നുണ്ട് അബ്രഹാമിനോട്. ഒരു പ്രദേശം മൊത്തം തെറ്റ് ചെയ്തിട്ട് അവിടെ ഒരാൾ മാത്രം തെറ്റ് ചെയ്തിരുന്നാൽ ആ പ്രദേശത്തെ ദൈവം നശിപ്പിക്കുമെന്ന് ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, അവനെ നിമിത്തം ഞാൻ ആ പ്രദേശത്തെ വെറുതെ വിടുമെന്ന്. ആ ദൈവമാണ് ഈ ചെയ്തത്. അപ്പം ദൈവത്തിന് ഇരട്ടത്താപ്പുണ്ട്. പിന്നെ പോട്ടെ, ദൈവം എല്ലാവരും കൊല്ലാൻ തീരുമാനിച്ചു. ദൈവമാണല്ലോ, നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവം എന്ത് തീരുമാനിക്കുന്നത് അതുപോലെ പോകാന്നുള്ളതല്ലേ. അപ്പം ഇങ്ങനെ കൊല്ലാൻ തീരുമാനിച്ച ദൈവം എല്ലാത്തിനും നശിപ്പിക്കുക. പിന്നെ ആദ്യം ഉണ്ടാക്കിയുള്ള ഒന്നുകൂടെ ഉണ്ടാക്കിയാൽ പോരെ. പിന്നെ കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലേ.